നീ എന്നെ കളിക്കുമ്പോഴേ പാല് വേണമെങ്കിൽ ഉള്ളിലിട്ടോ. എനിക്ക് എന്തായാലും ഒരു കൊച്ചിനെ വേണം. നീ ഇതെന്തായാലും കുഴപ്പമില്ല. നീയായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്തൊക്കെ ചെയ്തു തരും, നക്കി തരും, എല്ലാം കളിച്ചൊക്കെ തരും, എങ്ങനെയൊക്കെ ചെയ്യും എല്ലാം പറഞ്ഞതാ. ഏട്ടനില്ലാത്തപ്പോ വരുമോ നീ? പറ. തിരക്കാണോ നീ? എന്താ വീഡിയോ അയക്കാന്ന് പറഞ്ഞിട്ട് അയക്കാതെ എത്ര നേരായി? എടാ ആരെയൊക്കെ കളിച്ചിട്ടുള്ളത്, എവിടെ വെച്ച്, എങ്ങനെ കിട്ടി, എല്ലാം പറഞ്ഞതാ. വോയിസ് അയക്കാൻ എനിക്ക് കഥയൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടം. പറഞ്ഞു താടാ, കഷ്ടമുണ്ട്. വീഡിയോ ഇതുവരെ അയച്ചില്ലല്ലോ, ഒരു ലോക്ക് വോയിസ് അയക്ക്. ഞാൻ ചോദിച്ചു നീ ആരെയൊക്കെ കളിച്ചിട്ടുണ്ടോന്നാണ്. ആരെയൊക്കെയാണ് കളിച്ചത്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചത്. കൊരങ്ങ പറയടാ. ഇല്ല, കല്യാണത്തിന് മുമ്പ് ആ ഉണ്ട്. അതിൻ്റെ അടുത്ത വീട്ടിലൊരു ചേട്ടൻ കളിച്ചിട്ടുണ്ട്. എടാ അയാള് എൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട് നേരത്തെ മുതൽ. അയാളിടയ്ക്ക് വീട്ടിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വരും. അപ്പനറിയാം, അച്ഛൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ മറ്റെന്താണ് കുറേ സാധനമില്ലേ വണ്ടി ശരിയാക്കുന്ന സ്പാനറോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ വന്ന സമയത്തൊക്കെ എനിക്കറിയാം, കാണാറൊക്കെ ഉണ്ട്. അത് കൂടാതെ പിന്നെ ഇയാൾ ഒരു ദിവസം വന്ന സമയത്ത് എൻ്റെ അടുത്ത് അച്ഛനെ ചോദിച്ചായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇതായി. അപ്പോൾ ശരി വെള്ളം തരുമെന്ന് വെച്ചാൽ വെള്ളം എടുത്ത് കൊടുത്തു. അങ്ങനെ ഇയാൾ വന്നപ്പോൾ അകത്ത് കസേര കയറിയിരുന്നു. പിന്നെ ഇയാൾ നേരത്തെ മുതൽ ആദ്യമേ എന്നെ കണ്ണൊക്കെ വെച്ച് കാണിക്കുക, അങ്ങനത്തെ ഒരു സെറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഇയാൾ വന്നിട്ട് അകത്തോട്ട് വന്ന് ഞാനും എല്ലാം ഓക്കെ ആയിരുന്നു, എനിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. അന്നാണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് ഇയാളെല്ലാം ചെയ്തൊക്കെ തന്ന് വേഗം പറഞ്ഞു വിട്ട്. എനിക്ക് പേടിയായിരുന്നു അന്ന്, ശരിക്കും പേടിച്ച് പോയി അന്നത്തെ.